ഗന്ധർവ സംഗീതത്തിന്റെ തേൻമധുരത്തേക്കാൾ ഇല്ലാ കഥകളിലെ വെറുപ്പിനെ ആസ്വദിക്കുന്ന മാനസിക രോഗികളുടെ ഒരു കൂട്ടായ്മ തന്നെ ഇന്ന് കേരളത്തിലുണ്ട്. മമ്മൂട്ടിയെ, മോഹൻലാലിനെ, എന്തിന് ഗാന്ധിജിയെ പോലും വെറുതെ വിടാത്തവർ ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ ആക്രമിക്കുന്നത് മലയാളത്തിന്റെ പുണ്യമായ, അഭിമാനമായ ഗാനഗന്ധർവൻ ഡോക്ടർ KJ യേശുദാസിനെ തന്നെയാണ്. പാണന്മാർക്ക് പാടി നടക്കാൻ അതുപോലൊരു കഥയുമായി എത്തുകയാണ് ഇന്നേ വരെ ഫോർട്ട് കൊച്ചി കണ്ടിട്ടില്ലാത്ത ഫോർട്ട് കൊച്ചിക്കാരൻ സെബാട്ടി എന്നറിയപ്പെടുന്ന സെബാസ്റ്റ്യൻ. അഹങ്കാരി, നിഷേധി, നന്ദികേട് കാണിക്കുന്നവൻ, 4 തലമുറയിൽപ്പെട്ട കോടിക്കണക്കിന് ജനങ്ങളെ ആരാധനയോടെ മനസ്സിൽ കൊണ്ടു നടക്കുന്ന ഗന്ധർവ ഗായകനെ അധിക്ഷേപിക്കാൻ ചിലരുപയോഗിക്കുന്ന വാക്കുകളാണിവ. ഇത്തരക്കാരുടെ മാനസികാവസ്ഥയിലേക്ക് ഒരു എത്തിനോട്ടമാണിത്. നമ്മോടൊപ്പമുണ്ട് സെബാസ്റ്റ്യൻ. ഇയാൾക്ക് മുണ്ട് പറയാം യേശുദാസിന്റെ നന്ദികേടിന്റെ ഒരു അധ്യായം. പറയൂ സെബാസ്റ്റ്യൻ, എന്താണ് നന്ദികേടിന്റെ ആ കഥ? ഈ ഗാനഗന്ധർവൻ യേശുദാസ് ഉണ്ടല്ല, ഇയാടെ വീട് ഇപ്പം അമേരിക്കയിലൊക്കെ ആണല്ല. ഇയാടെ വീട് ഈ ഫോർട്ട് കൊച്ചിയിലാണെന്ന് നിങ്ങൾക്കറിയാം. ഇയാടെ അപ്പൻ്റെ പേര് സെബാസ്റ്റ്യൻ, ഇത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ? നേരെ വിഷയത്തിലേക്ക് വാ. നമ്മ ഫോർട്ട് കൊച്ചിക്കാരാണല്ല. ഫോർട്ട് കൊച്ചിയിലെ അധികാരി വളപ്പിലെ കപ്പേളയുണ്ട്, ഔസേപ്പുണ്യാളുടെ കപ്പേള. എല്ലാ കൊല്ലം നോവേനയ്ക്ക് ഇയാളവിടെ വരും. ചേട്ടാ, ഇതൊക്കെ കൊച്ചു കുട്ടികൾക്ക് പോലും അറിയാവുന്ന കാര്യങ്ങളാണ്. അധികാരി ഉളപ്പം ഔസേപ്പുണ്യാളും ഒക്കെ കേട്ട് തഴമ്പിച്ച കാര്യങ്ങളാണോ? നിങ്ങൾ ഇത് എന്ത് വർത്തുവാനാണ് ഈ പറയണത്? ജനങ്ങൾ വിശ്വസിക്കുക. അധികാരി ഉളപ്പിലെ കപ്പേളയുടെ കാര്യം, ഫോർട്ട് കൊച്ചിയിലെ കാര്യം, നന്ദികേടിൻ്റെ കഥ പറയുമ്പോൾ ഇത് രണ്ടും പറഞ്ഞില്ലെങ്കിൽ ജനങ്ങൾ വിശ്വസിക്കൂല്ല. ജനങ്ങൾ വിശ്വസിക്കണമല്ല, അതിനിത് രണ്ടും പറഞ്ഞു. ഇതൊരു ആചാരമാണ്. ശരി, എല്ലാ വർഷവും കപ്പേളയിലെ നോവേനയ്ക്ക് യേശുദാസ് വരുന്നു. ഉള്ള സമയം കൊണ്ട് സുഹൃത്തുക്കളെയും അടുത്ത ബന്ധുക്കളെയും പോയി കാണുന്നു, കിടപ്പിലായവരെ സന്ദർശിക്കുന്നു. ഇനി പറ. പോകുമല്ല, എല്ലായിടത്തും കയറി ഇറങ്ങിയിട്ടാണ് പോകുന്നത്. പാട്ടൊക്കെ പാടും, ആളുകളെ വെറുപ്പിച്ചിട്ടാണ് പോകുന്നത്. പൈസയൊക്കെ കൊടുക്കും ചിലർക്ക്. പക്ഷെ ഇറങ്ങിപ്പോകാൻ നേരത്തെ തിരിഞ്ഞു നോക്കൂല. നമ്മളൊരു വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുമ്പോൾ നമ്മൾ തിരിഞ്ഞു നോക്കൂല. സ്നേഹം ഉണ്ടെങ്കിൽ തിരിഞ്ഞു നോക്കണമല്ല. ഇയാൾ തിരിഞ്ഞു നോക്കൂല, ഒറ്റ പോക്കണ്ട് പോണേണ്. അതാണ് എല്ലാവരും പറയുന്നത് യേശുദാസ് തിരിഞ്ഞു നോക്കൂലെന്ന്. ഇയാൾ തിരിഞ്ഞു നോക്കൂല, ഒറ്റ പോക്കാണ്. ഇതുപോലെ തിരിഞ്ഞു നോക്കാത്തതാണോ സെബാസ്റ്റ്യന്റെ പ്രശ്നം? സബാട്ടിന്ന് വിളിക്കണം കേട്ട. ഫോർട്ട് കൊച്ചിയാണെന്ന് തോന്നണമല്ല, സബാട്ടിന്ന് വിളിച്ചാലാണ് ഫോർട്ട് കൊച്ചിയാണെന്ന് വിചാരിക്കുള്ളൂ. ജനങ്ങൾ വിശ്വസിക്കണമല്ല. പിന്നെ എന്നോട് കാണിച്ചത് നന്ദികേടാണ്. ഇയാടെ അപ്പൻ മറ്റേ സ്വാമിക്ക്, എന്ത് സ്വാമിയാണ്, ഒരു സ്വാമിക്ക് എഴുത്തെഴുതിയ കഥ നിങ്ങൾക്കറിയാം. മകൻ പാടും, സംഗീതത്തിന് അവൻ ഉപകാരപ്പെടുമെങ്കിൽ അവന് ഉപയോഗിക്കണം എന്ന് പറഞ്ഞ് മകന്റെ കയ്യിൽ ഒരു എഴുത്ത് കൊടുത്തയച്ച കഥയല്ലേ? അതെല്ലാം അറിയാവുള്ള. ഈ വള്ളുരുത്തി പോസ്റ്റ് ഓഫീസിൽ നിന്ന് ഒരു എഴുത്തെഴുതി സ്വാമിക്ക് പോസ്റ്റ് ചെയ്ത കഥ കേട്ടിട്ടുണ്ടോ? ഇല്ല സബാട്ടി, ഇത് ആദ്യമായിട്ടാണ് ഇങ്ങനെയൊരു വെളിപ്പെടുത്തൽ. സബാട്ടി പറയും. ചെക്കനെ കാത്തോളണെന്ന് പറഞ്ഞിട്ട് സ്വാമിക്ക് ഒരു എഴുത്തെഴുതിയിട്ട് അപ്പൻ വള്ളുരുത്തി പോസ്റ്റ് ഓഫീസിൽ നിൽക്കണേണ്. എഴുത്തൊട്ടിച്ചിട്ടില്ല, സ്റ്റാമ്പ് കയ്യിലുണ്ട്. ഇന്നത്തെ മാതിരിയൊന്നുമല്ല. അന്ന് എല്ലാവർക്കും പാശയൊന്നും കൊടുക്കില്ല സ്റ്റാമ്പ് ഒട്ടിക്കാനായിട്ട്. എന്ത് ചെയ്യേണ്ടതെന്ന് അറിയാണ്ട് ഇങ്ങനെ വെപ്രാളപ്പെട്ട് നിൽക്കണേണ്. അപ്പോഴാണ് ഒരാൾ കടന്നു വരുന്നത്. ആരാന്നറിയോ? എൻ്റെ കൊച്ചാപ്പൻ. കാലത്ത് കപ്പ പുഴുങ്ങിയത് തിന്നിട്ടാണ് വരുന്നത്. വായ കഴുകിയിട്ടും കൂടി ഇല്ല. ആ എഴുത്ത് വാങ്ങിയിട്ട് ഇങ്ങ് താടാന്ന് പറഞ്ഞിട്ട് ഒറ്റ നക്കല. സ്റ്റാമ്പ് ഒട്ടി, എഴുത്ത് ഒട്ടി, ഒറ്റ വിടലാണ്. ആ എഴുത്ത് കിട്ടിയപ്പോഴാണ് ചെക്കനെ തിരിച്ചറിയണത്. സ്വാമി സ്തംഭിച്ച് നിന്ന് പോയി. ഈ യേശുദാസിൻ്റെ അപ്പൻ സ്തംഭിച്ച കാര്യമാണ് ഈ പറയണത്. ആ എഴുത്ത് അവിടെ കിട്ടിയില്ലായിരുന്നെങ്കിൽ ഇന്ന് യേശുദാസ് ഇല്ല. എൻ്റെ കൊച്ചാപ്പൻ നക്കിയില്ലായിരുന്നെങ്കിൽ, കൊച്ചാപ്പൻ നക്കിയാണ്, അത് വേറെ കാര്യം. പക്ഷെ കൊച്ചാപ്പൻ അന്ന് നക്കിയില്ലായിരുന്നെങ്കിൽ ഇന്ന് യേശുദാസ് ഇല്ല. നിങ്ങൾ ഈ പറയണ ഗാനഗന്ധർവനും ഇല്ല, ഒരു തഴഞ്ഞുമില്ല. മനസ്സിലാവണ്ട. എന്നിട്ടാണ് തിരിഞ്ഞു നോക്കിയില്ല. സബാട്ടിക്ക് മാരകമായൊരു കരൾ രോഗം വന്നപ്പോൾ യേശുദാസ് അന്വേഷിച്ച് വന്നില്ല. കരളിനൊന്നൊരു കുഴപ്പമില്ല, ലിവറാണല്ല പോയത്. ലിവർ പോയി എന്ന് പറഞ്ഞാൽ ടെസ്റ്റ് ചെയ്യാനും വേണ്ടിയിട്ട് ലിവർ കിട്ടാഞ്ഞിട്ട് വേറെ ആരുടെയോ ലിവർ എടുത്തിട്ടാണ് ടെസ്റ്റ് ചെയ്തത്. മൊത്തം പോയി കിടക്കണേണ്. കടപ്പാടം വരെ വിറ്റിട്ടാണ് ചികിത്സ നടത്തിയത്. കടപ്പാടെന്ന് പറയുമ്പോൾ 5 സെൻറ്റും കൂടുതലുമല്ല. മട്ടാഞ്ചേരിയിൽ 4 ഏക്കർ തെങ്ങും പറമ്പാണ് വിറ്റ് കളഞ്ഞത്. അമിതമായ മദ്യപാനം മൂലമാണോ സബാട്ടിക്ക് ഈ രോഗം വന്നത്? അമിതമായിട്ടൊന്നുമില്ല.
ഒരു അമിതവും ഇല്ല. 3 പെഗ് റമ്മ് അതങ്ങാട് ഒഴിക്കും. നിങ്ങൾക്കറിയാവില്ല, ഫോട്ടോ വെച്ചിലെ വെള്ളത്തിൻ്റെ കാര്യം അറിയാവില്ല. ഒഴിക്കാൻ കൊള്ളുക എന്നാൽ എന്തെങ്കിലും ഒഴിക്കാതിരിക്കാൻ പറ്റുമോ? അപ്പോൾ അത് ഒരു പെഗ് വിസ്കി അങ്ങോട്ട് ഒഴിക്കും. ഒറ്റ വലി, അമിതമൊന്നുമില്ല, ഒറ്റ വലിക്ക് കുടിച്ച് തീർക്കും. അങ്ങനെ ഒരു 3 പ്രാവശ്യം ദിവസത്തിൽ. ഇതൊക്കെ അമിതമാണ്. ഫോട്ടോ വെച്ചിലെ കണക്ക് വെച്ച് നോക്കുമ്പോൾ ഇതൊന്നും അമിതമല്ല. സബാട്ടി വിവാഹിതനാണല്ലോ. ഭാര്യ പോയല്ല, ഭാര്യ പോയി. അവളെ കുറ്റം പറയാൻ പറ്റുമോ? നമ്മ വീട്ടിൽ കിടക്കണേലും കൂടുതൽ ഐസിയുവിൽ കിടക്കണേണ്. അന്യരുടെ കൂടെ ഒന്നും അല്ലല്ലോ. ഐസിയുവിൻ്റെ മുമ്പിൽ നിന്ന് സെക്യൂരിറ്റിക്കാരൻ്റെ കൂടെയാണ് പോയിരിക്കുന്നത്. അവനൊരു ജീവിതം കൊടുക്കാൻ വേണ്ടി പോയതാണ്. അവനൊരു പണി കിട്ടിക്കോട്ടെ എന്ന് ഞാനും വിചാരിച്ചു. അവളെ കുറ്റം പറയാൻ പറ്റുമോ? നമ്മളൊരു വഴിക്കെത്തില്ല എന്ന് അറിയുമ്പോൾ വിട്ടിട്ട് പോകണതല്ല നല്ലത്. അതെല്ലാം അവൾ ചെയ്തോളൂ. ഈ രോഗാവസ്ഥയിൽ മക്കളാരും നോക്കാൻ വന്നില്ലേ? മക്കൾ 2 പേരുണ്ട്, നല്ല നിലയിലാണ്. ഒരാൾ ദുബായിലുണ്ട്, നല്ല കാശാണ്. പക്ഷെ അത് പറയാൻ പറ്റുമോ? നമുക്ക് പറയാൻ പറ്റുമോ? അവർക്ക് അവരുടെ പ്രാരാബ്ദങ്ങളില്ലേ? കുട്ടികളുണ്ടല്ല, എല്ലാം നോക്കണ്ടേ? താങ്കളോട് അമേരിക്കയിലാണ്. ഞാൻ കുറച്ച് പൈസ അയച്ചോന്ന് ചോദിച്ചതാണ് അവൻ്റെ അടുത്ത്. അപ്പോൾ പറയണ അയച്ചു തന്നിട്ട് എന്താ കാര്യം? അവന് കിട്ടുന്നത് ഡോളറാണല്ല. ഇവിടെ അത് വന്നിട്ട് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? അവൻ പറഞ്ഞു ഞാൻ വേണമെങ്കിൽ അയച്ചു തരാം. പിന്നെ വെറുതെ എന്തിനാ അയച്ചു തന്നിട്ട് കാര്യം? ഡോളർ വെച്ചിട്ട് നമുക്ക് ഇവിടെ വല്ല കാര്യം നടക്കുമോ? ഞാൻ വേണ്ടാന്ന് പറഞ്ഞു. അതൊന്നും നമ്മൾ കുറ്റം പറയാൻ പറ്റില്ല. ഭാര്യനെയും കുറ്റം പറയാൻ പറ്റില്ല, മക്കളെയും കുറ്റം പറയാൻ പറ്റില്ല. വേറെ ആരെയും നമ്മൾ കുറ്റം പറയണതിൽ അർത്ഥമൊന്നുമില്ല. പക്ഷെ ഈ മനുഷ്യൻ നക്കിയില്ലായിരുന്നെങ്കിൽ പാട്ടുണ്ടാവില്ല. മിണ്ടാൻ പറ്റുമോ? മിണ്ടാൻ വന്ന് നക്കിയ കാരണം അവൻ എന്നിട്ടൊന്നും തിരിഞ്ഞു നോക്കിയില്ല. ഭാര്യയും മക്കളും ആരും തിരിഞ്ഞു നോക്കിയില്ല. പക്ഷേ യേശുദാസ് നോക്കാത്തതാണ് സബാട്ടിയെ വിഷമിപ്പിക്കുന്നത്. യേശുദാസിനിപ്പോൾ 80-നോടടുത്ത് പ്രായം വരും. ഇതിഹാസ തുല്യമായ ജീവിതയാത്രയിൽ എത്രയോ പേർ അദ്ദേഹവുമായി ഇടപെട്ടിട്ടുണ്ടാവും. സഹായിച്ചവരുണ്ടാകും, സഹായം സ്വീകരിച്ചവരുണ്ടാകും. ഇവരെയൊക്കെ ഓർത്ത് അവരെയെല്ലാം സഹായിക്കേണ്ട ബാധ്യത യേശുദാസിനുണ്ടെന്നാണ് സബാട്ടി പറയുന്നത്. ഞാൻ മാത്രമല്ലല്ലോ പറയണത്, എല്ലാവരും പറയണുണ്ടല്ലോ, കുറേ പേര് പറയണുണ്ടല്ലോ. നാളൊരു സിനിമ നടന്റെ കയ്യിൽ നിന്ന് തെറി കേട്ടില്ലേ? പച്ചത്തെറി പറഞ്ഞില്ലേ? അതിനോട് നമുക്ക് യോജിക്കാൻ കഴിയില്ല സബാട്ടി. എന്ത് കാര്യത്തിനായാലും ഒരാളെ അധിക്ഷേപിക്കുന്നതിന് ഒരു ന്യായീകരണവുമില്ല, അതും യേശുദാസിനെ പോലെ ഒരു മഹത് വ്യക്തിയെ. നിങ്ങൾ എന്താണ് ഈ പറയണത്? അയാൾക്ക് അഭിപ്രായം പറയാലോ. അയാൾക്ക് അഭിപ്രായം പറയാനുള്ള അവകാശം ഉണ്ടല്ലോ. അതാണല്ലോ അയാൾ പറഞ്ഞത്. അതെങ്ങനെയാണ് അധിക്ഷേപമാവണത്? അഭിപ്രായം പറയാനുള്ള അവകാശം യേശുദാസിനുമുണ്ടല്ലോ. അദ്ദേഹത്തിന്റെ അഭിപ്രായം അദ്ദേഹം പറയുന്നു. വിയോജിപ്പുണ്ടെങ്കിൽ അത് പറയണം. അല്ലാതെ അദ്ദേഹത്തെ തെറി വിളിക്കാനുള്ള അധികാരം ആർക്കാണുള്ളത്? അതെങ്ങനെയാണ് തെറിയാവുന്നത്? അത് അടിച്ചമർത്തപ്പെട്ടവന്റെ ഭാഷയാണ്. അയാൾ പറയുന്നത് അടിച്ചമർത്തപ്പെട്ടവന്റെ ഭാഷയാണ്. ആരടിച്ചമർത്തി? യേശുദാസോ? അടിച്ചമർത്തപ്പെട്ടവന്റെ ഭാഷ എങ്ങനെയാണ് സബാട്ടി തെറിയാവുന്നത്? അയാൾ സിനിമയിൽ അഭിനയിക്കുന്നു, ഇഷ്ടം പോലെ സമ്പാദിക്കുന്നു, ജീവിതം ആഘോഷിക്കുന്നു. ഇതിലെവിടെയാണ് അടിച്ചമർത്തൽ? സംഗീതം ആസ്വദിക്കുന്നവനൊരു സംസ്കാരമുണ്ട്. അതുകൊണ്ടാണ് ഇതിനൊന്നും മറുപടി കിട്ടാതെ പോകുന്നത്. എന്നാൽ പിന്നെ വേറൊരു കാര്യം പറയട്ടെ. എത്ര പാട്ടുകാരെയാണ് അയാൾ അടിച്ചമർത്തിയത്? പാടാൻ സമ്മതിച്ച എത്ര പേരുണ്ട്? നിങ്ങളെപ്പോലെ ചിലരല്ലാതെ പാട്ടുപാടാൻ അറിയുന്ന, പാട്ട് ആസ്വദിക്കുന്ന ഒരാളും അത് പറയില്ല. യേശുദാസ് പാടിയ ഏതെങ്കിലും ഒരു പാട്ട് അതിലും നന്നായി ഞാൻ പാടും എന്ന് പറയാൻ ചങ്കൂറ്റമുള്ള ഒരു പാട്ടുകാരനെങ്കിലും ഇന്ന് വരെ ഉണ്ടായിട്ടുണ്ടോ? അവസരം തട്ടിയെടുത്തു എന്ന് പറയുന്ന ആർക്കെങ്കിലും അതിന് ധൈര്യമുണ്ടോ? നിങ്ങൾക്ക് എന്താണ്, ഭ്രാന്താണ്? എത്ര പേരെ കേൾക്കണം? എൻ്റെ മൊബൈൽ ഫോണിൽ ഒരാളുടെ റിംഗ് ടോൺ ഉണ്ട്, ഒരാൾ പാടിയേക്കണതാണ്. എന്തൊരു ഭാവമാണ്! കേൾക്കണോ? നിങ്ങൾക്ക് കേൾക്കണം? നിങ്ങൾ കേൾക്കുക, അത് കേട്ടോ. സിന്ധു I love you സിന്ധു സിന്ധു I love you സിന്ധു. എന്ത് ഭാവമാണ് നോക്ക്. താളം കണ്ട? ഇതാണ് പറയണത്. ഇവരൊക്കെ അടിച്ചമർത്തിയിട്ടാണ് ഇയാൾ ഈ മുകളിൽ കയറിയിരിക്കണത്. ഇതൊരാള് ഇതുപോലെ എത്ര പേരാണെന്നറിയാം. അടിച്ചമർത്തനാണ്, പൊന്തി വരുന്നില്ല. സിന്ധു പ്രിയ സ്വപ്നം മഞ്ചരി ചൂടി എന്നിൽ കതിരിടും കവിത പോലെ നീ സിന്ധു
പ്രിയ സ്വപ്നം മഞ്ചരി ചൂടി എന്നിൽ കതിരിടും കവിത പോലെ നീ മാലാകയായി വാ ശ്രീലേഖയായി വാ മാലാകയായി വാ ശ്രീലേഖയായി വാ മാലഞ്ചു പൂമിഴിയിൽ ഒരു നവമാകന്ത പൂവമ്പുമായി സിന്ധു പ്രിയ സ്വപ്നം മഞ്ചരി ചൂടി